ഇനി നമുക്ക് ഈ ഹെയർ ഫ്രിസ് ആയിട്ടിരിക്കുന്നുണ്ട്, അതൊന്ന് സെറ്റാക്കുന്ന കൂട്ടത്തിൽ നമുക്കൊരു കഥയും കൂടി പറയാം. അതായത് നമ്മുടെ മാതാപിതാക്കൾ പറയുമല്ലോ, എടാ ഇവരോട് കൂട്ടുകൂട്ടരുതട്ടാ എന്ന് പറഞ്ഞിട്ടും നമ്മൾ അവർക്കെതിരെ ഫൈറ്റ് ചെയ്തിട്ട് കൂടെ നിർത്തിയ കുറച്ച് പേര് അല്ലെങ്കിൽ ഒരാൾ അത് മതി. അൺടിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു ഫൈറ്റ് വരുന്നിടത്തോളം ഇവർ നമുക്ക് പ്രിയപ്പെട്ടതും ഇവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ വിഷമങ്ങൾ കേൾക്കുക, അതുപോലെ അവരും തിരിച്ച് നമുക്ക് വേണ്ടി പലതും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇവരുടെ യഥാർത്ഥ രൂപം എന്താണ്, ഇവരെന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. അത്ര നാളെ അവരുടെ മാനിപ്പുലേഷനിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണായിരിക്കും. അത് തിരിച്ചറിയാനുള്ള ബോധം നമുക്ക് ഉണ്ടാവില്ല. കാരണം എന്താ, അവരോടുള്ള മാനസികമായുള്ള അടുപ്പവും സ്നേഹവും കൊണ്ട് നമ്മൾ തിരിച്ചറിയില്ല. അവരുടെ പുറകെ നടന്ന് നമ്മൾ സോൾവ് ആക്കാനുള്ള പല രീതിക്കും ശ്രമിച്ച് പിന്നെ നമ്മുടെ ക്ഷമ കെട്ട് നമ്മൾ തിരിച്ച് ഫൈറ്റ് ചെയ്യാനും നമ്മുടെ ഭാഗത്ത് നിന്ന് അവരുടെ നെഗറ്റീവ്സ് ഒക്കെ കേൾക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ മട്ട് മാറി പിന്നെ അവർ നമ്മുടെ അടുത്ത് വന്ന് എന്ത് കളിക്കും, നല്ല പുള്ള ചമയും. പിന്നെ അങ്ങോട്ട് ഓക്കെ നമ്മൾ ക്ഷമിച്ച് കൊടുക്കാം, നമ്മുടെ കൂടെ വീണ്ടും നിർത്താമെന്ന് അറിയുമ്പോൾ നമുക്ക് ദൈവത്തിനുള്ളൊരു പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, അവരുടെ കയ്യിലിരിപ്പും അവർ നമുക്കെതിരെ ചെയ്ത കാര്യങ്ങളൊക്കെ ആര് വഴി അറിയും? ഇവരുടെ തോളത്ത് കൈയിട്ട് നടക്കുന്ന ഇപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ വഴി തന്നെ നമ്മൾ അറിയുകയും ചെയ്യും. അറിഞ്ഞൊരു കൈകൾക്ക് നിർത്തിയാൽ മതി എന്നല്ലെന്ന് വിചാരിക്കുമ്പോഴാണ് ഇവരുടെ ഒരു വിക്ടിം കളി തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് കാരണമാണ് ഇവരുടെ ലൈഫേ പോയില്ല എന്നുള്ള രീതിക്കുള്ള വർത്താനം. കറൻ്റ് കൂടെയുള്ള അയാളുടെ ആൾ വന്നിട്ട് നമ്മളോട് ഓരോ ചോദ്യങ്ങളും മറ്റും കൊണ്ട് ചോദിക്കുമ്പോൾ രണ്ടിൻ്റെയും കാര്യം ആലോചിക്കുമ്പോൾ വെറും പുച്ഛം മാത്രം തോന്നത്തുള്ളൂ. ഈ വ്യക്തി കാരണം നമ്മൾ അനുഭവിച്ച കരച്ചിലും വേദനകളൊക്കെ വാഞ്ഞു പോയിട്ടോ. പിന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ വലുത് നമ്മളായിരിക്കും. നമ്മളെ അത്രയും ബ്രൂട്ടലായിട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ച് നമ്മുടെ കരച്ചിൽ കേട്ട് മാറി നിന്ന് സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്ത ഈ വ്യക്തി തന്നെ അവരുടെ ജീവിതകഥകൾ എണ്ണി പറയാൻ തുടങ്ങുമ്പോൾ പണി പാളിന്ന് മനസ്സിലായി വന്ന് കൂട്ടുകൂടാൻ തുടങ്ങും. ഇത്രയൊക്കെ അവൾ ചെയ്തിട്ട് ഞാൻ കൂടെ ഇപ്പോഴും നിർത്തിയില്ല, എന്നിട്ടും അവൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് അയാൾ ആലോചിക്കേണ്ട കഥ ഈ വ്യക്തി ഡിസ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരോട് പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ വില്ലത്തിൽ നമ്മൾ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ എല്ലാവർക്കും അറിയാം ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്നേക്ക് ആരാണെന്ന്. അപ്പോൾ ശരി എന്നാ.